മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എഗ്ഗ് ദം ബിരിയാണി തയ്യാറാക്കാം. എഗ്ഗ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം സിനമൺ സ്റ്റിക്കും പിന്നെ 2 ഏലക്കയും 2 ഗ്രാമ്പും ഒരു തക്കോലവും കൂടി എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുമ്പം ഈ വെള്ളത്തിന് പാകമാകുന്നതിനേക്കാളും ഒരല്പം കൂടി മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ചോറിന് നല്ല കറക്റ്റായിട്ട് ഉപ്പ് പാകമായിരിക്കും. ഒരു 90% മാത്രമേ ചോറിന് വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പം അത് നല്ല പാകമായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഈ ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്കതെടുത്ത് മാറ്റാം. ഞാൻ ഈ ചോറൊരു കൊലാണ്ടറിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് വേറെ 2 സവാളയും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാലയിലേക്ക് ചേർക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും 4 വെളുത്തുള്ളി അല്ലിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ചില്ലിയും കൂടെ എടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലിയൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും കിസ്മിസും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസും നട്ട്സും ഒക്കെ ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഈ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ ഒന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്ന മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയിൽ മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഈ ഓയിലിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുട്ട ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. മുട്ട ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഈ ഓയിലിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മസാല തയ്യാറാക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത ഓയിലിൽ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിരുന്നതായിരുന്നു. അപ്പോൾ ഇതിലേക്ക് അല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ബിരിയാണി മസാലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ചേർത്താൽ മതി. ഞാനിവിടെ വീട്ടിൽ പൊടിച്ച ഒരു ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്താൽ മതി. മല്ലിയില കുറച്ച് കൂടുതലും പുതിനയില കുറച്ച് കുറവുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം നമുക്ക്. അതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം.
മുട്ടയിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. നമ്മൾ ചോറ് നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് അടിഭാഗം വെന്ത് പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബിരിയാണി നമ്മൾ ദം ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് അല്പം ഗീ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒണിയൻ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. അല്പം മല്ലിയില ചോപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഗരം മസാലപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുട്ട മസാല വെച്ച് കൊടുക്കാം. നമ്മൾ 1-2 ലെയറായിട്ട് നമുക്ക് ചെയ്യാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ പകുതി മസാല വെച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ലെയർ റൈസും അതിൻ്റെ മുകളിൽ ഒരു ലെയർ മസാലയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ റൈസും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ബാക്കി മസാലയും കൂടെ ചെയ്യാം. രണ്ടാമത്തെ ലെയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈഡ് ഓണിയനും കാഷ്യൂ നട്ട്സും കിസ്മിസും അല്പം ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അല്പം സാഫ്രോൺ മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂട് പാലിൽ കുങ്കുമപ്പൂവ് അല്പം ഇട്ട് വെച്ചിരുന്നതാണ്. സാഫ്രോൺ മിൽക്ക് ഇല്ലെങ്കിൽ ടർമറിക് മിൽക്ക് ചേർത്താലും മതി. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാനായിട്ട് ഞാനിവിടെ അലുമിനിയം ഫോയിലാണ് യൂസ് ചെയ്യുന്നത്. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യാം. ഇപ്പോൾ നമ്മളിത് അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ലൊരു കട്ടിയുള്ള ഒരു അടപ്പും കൂടി വെച്ച് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അലുമിനിയം ഫോയിലിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് മുകളിലേക്കൊന്ന് മടക്കി വയ്ക്കണം. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ദമ്മൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളിത് ദം ചെയ്തെടുക്കുമ്പം ആവി അടിച്ചിട്ട് അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് അന്നേരം ഇടാതിരുന്നത്. ഇനി നമുക്കിത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും